ഗുരുവായൂർ നഗരസഭയിൽ കുടിവെള്ള വിതരണത്തെ സംബന്ധിച്ച് കൗൺസിൽ യോഗത്തിൽ ബഹളം. പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ടാങ്കർ ലോറിയിൽ കുടിവെള്ള വിതരണം നടത്തുന്നത് സംബന്ധിച്ചുള്ള അജണ്ടയിലാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത്. 44-ാം വാർഡിൽ കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ കാലോചിതമായ പ്രവൃത്തികൾ നടത്തിയിട്ടില്ലെന്നാരോപിച്ച് UDF അംഗം ആന്റോ തോമസാണ് ആദ്യം രംഗത്തെത്തിയത്. ഇതോടെ മറ്റു പ്രതിപക്ഷ അംഗങ്ങളും കുടിവെള്ള കണക്ഷൻ ലഭിക്കാത്തത് സംബന്ധിച്ച് പരാതികൾ ഉയർത്തി. അജണ്ടയിലെ വ്യക്തതക്കുറവ് BJP അംഗം ശോഭ ഹരിനാരായണൻ ചൂണ്ടിക്കാട്ടി. സർക്കിൾ ലൈവ് ന്യൂസ് റിപ്പോർട്ട് ചെയ്ത 5-ാം വാർഡ് തൈക്കാട് തോടിൽ മാലിന്യം നിറഞ്ഞ വിഷയം പ്രതിപക്ഷ അംഗങ്ങളായ നൌഷാദ് അഹമ്മു, അബ്ദുൾ റഷീദ് കുന്നിക്കൽ എന്നിവർ കൗൺസിൽ യോഗത്തിൽ ഉന്നയിച്ചു. ഇത് വളരെ പരസ്യമായിട്ട് തന്നെ എന്റെ വാർഡിലും പല പ്രദേശങ്ങളും പഞ്ചവാടക്കം തൈക്കാടുള്ള വിഷയം വാർത്തയായിട്ട് വന്നോന്ന് പറയുന്നത് നമ്മളെ പരാതി രേഖകൾ കൊടുത്തിട്ടും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. കൂടാതെ വലിയ തോട്ടിലെയും ചെറിയ തോട്ടിലെയും മാലിന്യ പ്രശ്നങ്ങളും യോഗത്തിൽ ഉയർന്നുവന്നു. ചില വാർഡുകൾക്ക് മാത്രം കുടിവെള്ളം കളക്ഷൻ നൽകിയതിൽ പ്രതിപക്ഷ അംഗം KM മഹ്റൂഫ് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. മണിക്കൂറോളം നീണ്ട തർക്കങ്ങൾക്കും പരാതികൾക്കുമൊടുവിൽ വ്യക്തമായ മറുപടി ചെയർപേഴ്സൺ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തുകയായിരുന്നു. നഗരസഭാ പരിധിയിലെ 46 വാർഡുകളിലെയും കുടിവെള്ള പ്രശ്നം പരിഹരിക്കുമെന്നും അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം കൗൺസിൽ അലങ്കോലപ്പെടുത്തിയെന്നും ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ പറഞ്ഞു. തൈക്കാട് തോട്ടിലെ മാലിന്യ പ്രശ്നം പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. നഗരസഭാ പരിധിയിൽ 2903 സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷകൾ അംഗീകരിച്ചതായി ചെയർപേഴ്സൺ പറഞ്ഞു. ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ KK ജ്യോതിരാജ്, കൗൺസിലർമാരായ ബഷീർ പൂക്കോട്, AS മനോജ്, ജോയ് ചെറിയാൻ, AT ഹംസ, ബിന്ദു അജിത് കുമാർ, MV ബിജു, ജലീൽ പണിക്കവീട്ടിൽ, P അനൂപ്, അഷ്ഫാഖ്, KS അനൂപ്, മിഗ്നേഷ് മോഹൻ, K മഹേഷ്, നഗരസഭാ സെക്രട്ടറി H അഭിലാഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നക്ഷത്രത്തിലക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം ഈ വെള്ളി ആഭരണങ്ങളിൽ ആളുകാരൻ സിൽവർ ജ്വല്ലറി, ചാവക്കാട്, വാടാനപ്പള്ളി, പ്ലാറ്റിനം പോലെ സിൽവർ. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.